പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ യാത്ര മാൾട്ട തീരത്തോട് ചേർന്ന് മെഡിറ്ററേനിയൻ കടലിൻ്റെ നീലത്തിരകളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ചെറിയ ദ്വീപ് സെന്റ് പോൾസ് ഐലൻഡിലേക്കാണ്. ചരിത്രത്തിൻ്റെ തിരശ്ശീലയിൽ ക്രിസ്തുവിന് ശേഷം 60-ാം ആണ്ടിൽ അപ്പസ്തോലൻ പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ടതായി വിശ്വസിക്കുന്ന വിശുദ്ധ ഭൂമി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27ഉം 28ഉം അധ്യായങ്ങളിൽ അപ്പസ്തോലൻ പോൾ നേരിടുന്ന കപ്പൽ അപകടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദ്വീപിന്റെ ഉയർന്ന ഭാഗത്ത് 1844 സ്ഥാപിച്ച സെന്റ് പോളിന്റെ പ്രതിമ കാലത്തിന്റെ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. ബൈബിളിലെ കഥകൾ ഇവിടെ ജീവിക്കുന്നു. തീക്കൂട്ടുവാനായി കമ്പുകൾ ശേഖരിച്ച പോളിനെ ഒരു പാമ്പ് കടിച്ചെങ്കിലും അവൻ മരിച്ചില്ല. വിശ്വാസത്തിന്റെ ശക്തി ലോകത്തെ വിസ്മയിപ്പിച്ചു. ഇന്ന് ഈ ദ്വീപ് തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രമാണ്. ബോട്ട് യാത്രകൾ, കൊമിനോയിലെ ബ്ലൂ ലഗൂണിലേക്കുള്ള സന്ദർശനങ്ങൾ, കടലിൻ്റെ ആഴങ്ങളിൽ നടക്കുന്ന ഡൈവിംഗ് സാഹസങ്ങൾ എല്ലാം ഇവിടെ അനുഭവിക്കാം. പ്രതിമയുടെ സമീപത്തു നിന്ന് നോക്കുമ്പോൾ മെഡിറ്ററേനിയൻ തീരത്തിൻ്റെ മനോഹര കാഴ്ചകൾ നമ്മുടെ ഹൃദയം നിറയ്ക്കും. മനുഷ്യവാസമില്ലാത്തതിനാൽ ദ്വീപിൻ്റെ പ്രകൃതി സൗന്ദര്യം വന്യജീവികൾക്ക് അഭയമായി മാറിയിരിക്കുന്നു. സെന്റ് പോൾസ് ഐലൻഡ് വിശ്വാസവും ചരിത്രവും പ്രകൃതിയും ഒരുമിക്കുന്ന അപൂർവ സഞ്ചാര കേന്ദ്രം.